ഞാൻ ഇന്ന് കാലത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കൊരു ഇന്റർവ്യൂ സീരീസ് തുടങ്ങിയാലോ എന്ന്. അതായത് അക്കൗണ്ടിങ് ആൻഡ് ടാലി ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന്റെ ഒരു സീരീസ് തുടങ്ങിയാലോ എന്ന്. അപ്പോൾ എനിക്ക് നല്ലൊരു റെസ്പോൺസാണ് അതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ആ സീരീസ് നമുക്ക് തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സീരീസിലെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഇത് കാണുക, നിങ്ങൾക്കിത് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് മാറും. കാരണം ഒരു അക്കൗണ്ടന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ വേണം പോകാൻ. വെറുതെ ഈസി പോസി ആയി പോയി കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടില്ല. കാരണം അതിൽ മൈന്യൂട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ആ സമയത്ത് നമ്മൾക്കത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം. അതിനുവേണ്ടി നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അപ്പോൾ നമുക്ക് ടാലി നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം, അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോകൾ അതിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായി അക്കൗണ്ടന്റ് ജോലിക്ക് പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ ഇൻ്റർവ്യൂ ടിപ്സ്, അതേപോലെ ടാലിയുടെ ഫുൾ ഓപ്ഷൻസ്. അപ്പോൾ ഇതെല്ലാം നോക്കി പഠിച്ചു കഴിഞ്ഞ് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒരു അക്കൗണ്ടന്റ് നിർബന്ധമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് സീരീസ് ആയിട്ട് തുടങ്ങാൻ പോകുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂവിൽ ഇതിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുള്ളൂ. അതേപോലെ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. കാരണം നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എനിക്ക് ഒരുപാട് ആവശ്യമാണ്. എൻ്റെ വീഡിയോ റീച്ചിലേക്ക് എത്താൻ അത് ഒരുപാട് ആവശ്യമാണ്. അതേപോലെ ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു പുതിയ ഫീച്ചറാണ് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹൈപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മളുടെ വീഡിയോ റീച്ചിലേക്ക് പോകും. അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ പലർക്കും അറിയില്ല, എനിക്കും അതിനെക്കുറിച്ച് ആദ്യം അറിയുമായിരുന്നില്ല, പല ആൾക്കാർക്കും ഇന്ന് അറിയില്ല എങ്ങനെയാണ് നമ്മൾ ഹൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് കമൻറ്റ് സെക്ഷൻ്റെ അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് റൈറ്റിലേക്ക് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആ ഹൈപ്പിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്ക് ഹൈപ്പ് ദിസ് പോയിന്റ് എന്നുണ്ട്. അവിടെയും കൂടി ക്ലിക്ക് ചെയ്താലാണ് എനിക്ക് പോയിന്റ്സ് കയറുള്ളൂ. അതേപോലെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ഇമെയിൽ ചെയ്തോളൂ. എൻ്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ അതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഞാൻ എല്ലാ മാസവുമാണ് ക്ലാസ് എടുക്കാറുള്ളത്. 1 മന്താണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ടാലി നമുക്ക് A to Z ബേസിക് ടു അഡ്വാൻസ് ലെവൽ വരെ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആർ ദോസ് എക്സ്പെൻസസ് ദാറ്റ് എ ബിസിനസ് ഹാസ് ഇൻകേർഡ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ് ബട്ട് ഹാസ് നോട്ട് യെറ്റ് പെയ്ഡ്. അതായത് ഒരു വർഷത്തിൽ വന്നിട്ടുള്ള എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ ഒരു മന്തിൽ വന്നിട്ടുള്ള എക്സ്പെൻസ് ആണ്. പക്ഷേ ആ മന്ത് അവസാനിക്കുന്നത് വരെയും അല്ലെങ്കിൽ ആ ഇയർ അവസാനിക്കുന്നത് വരെയും അത് കൊടുത്തിട്ടില്ല. അപ്പോൾ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ള എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുക. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് നമ്മൾ ട്രീറ്റ് ചെയ്യുക, അക്കൗണ്ടിങ്ങിൽ അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതറിയാതെ നമുക്ക് എന്താണ് ഒരു അക്കൗണ്ടിങ് ജോലിക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾക്ക് മാനുവലി ആയിട്ട് അറിയണം, നമ്മൾ ടാലിയിൽ ഇത് എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്താണ്, അത് എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയും കൂടി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഒരു അക്കൗണ്ടൻറ്റ് എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് അറിഞ്ഞിട്ട് തന്നെ നമ്മൾ പോയിരിക്കണം. ഇപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള എക്സ്പെൻസുകൾ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ സാലറി നിങ്ങൾക്കൊക്കെ അറിയാലോ, നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാണ് അല്ലേ? അപ്പം നിങ്ങൾക്ക് എപ്പോഴും എന്താണ് കഴിഞ്ഞ മാസം സാലറി അല്ലേ നിങ്ങൾക്ക് പിറ്റത്തെ മാസം കിട്ടാറുള്ളത് അല്ലേ? ഇപ്പോൾ 99% ഫോമുകളും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് പിറ്റത്തെ മാസം ഒരു 5-ാം തീയതിയോ 10-ാം തീയതിയോ ഉള്ളിലാണ് നമുക്ക് സാലറി കിട്ടാറുള്ളത്. എന്നാൽ ആ ബിസിനസ്സിനെ സംബന്ധിച്ച് അത് കഴിഞ്ഞ മാസത്തെ എക്സ്പെൻസ് അല്ലേ? അത് കഴിഞ്ഞ മാസം തന്നെ റെക്കോർഡ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അവരുടെ പ്രോഫിറ്റിനെ അത് എഫക്റ്റ് ചെയ്യും അല്ലേ? ഒരു എക്സ്പെൻസ് നമ്മളവിടെ കാണിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? ആ പ്രോഫിറ്റ് ഒരു ഫേക്ക് എമൗണ്ട് ആയിരിക്കും അല്ലേ? ആ എക്സ്പെൻസും കൂടി വന്നു കഴിഞ്ഞാലാണ് നമ്മളുടെ കറക്റ്റ് പ്രോഫിറ്റ് ആയിട്ട് മാറുള്ളൂ. അതേപോലെ ഇപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ് റെൻറ്റിന് എടുത്തിട്ടുണ്ട്.
അപ്പോൾ റെന്റ് എന്താണ്, നമുക്ക് ഈ മാസത്തെ ചിലവാണ്. പക്ഷെ നമ്മൾ റെന്റ് കൊടുക്കുന്നത് എന്താണ്, നെക്സ്റ്റ് മന്തിലേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, റെന്റ് എന്നുള്ളൊരു എക്സ്പെൻസ് ഈ മാസം കാണിക്കണം. പക്ഷേ നമ്മുടെ ക്യാഷിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ബാങ്കിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള എൻട്രീസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നാണ് നമ്മൾ അതിനെ പറയുക. അത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ആണ് നമ്മളവിടെ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് വരിക, സാലറി വരും, അതേപോലെ തന്നെ റെൻറ്റ്, ഓഡിറ്റ് ഫീ, ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ്, ഈ രീതിയിലാണ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പാസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയും നമ്മൾ ടാലിയിൽ നമ്മൾ എങ്ങനെയാണ്, ജേണലിലാണ് നമ്മൾ പാസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൗച്ചറാണ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വൗച്ചർ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഒരുപാട് വൗച്ചർ ടൈപ്പുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു എൻട്രി നമ്മൾ എന്തിനാണ് ചെയ്യുക, നമ്മൾ സാലറി ഇപ്പോൾ കൊടുക്കുന്നില്ല, നമ്മൾ എന്താണ് സാലറി പെൻഡിങ് വെക്കുകയാണ്. അതിനെ നമ്മൾ പറയുക ബുക്ക് ചെയ്യുക എന്നാണ് പറയുക, സാലറി ബുക്ക് ചെയ്യുക. ഇപ്പം നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മാനേജർ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയാണ് പറയുക, ഈ സാലറി ബുക്ക് ചെയ്തോട്ടോ എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ ബുക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ സാലറി ബുക്ക് ചെയ്യാൻ പറഞ്ഞു മിസ്സേ, അതെന്താണ് എന്ന്. അപ്പോൾ അതിനെയാണ് അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പാസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഈ ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് കാണിക്കുക, സാലറി നമ്മൾ ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്താണ് ക്രെഡിറ്റ് ചെയ്യണത്, എന്തിനാണ്, നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി അല്ലെങ്കിൽ സാലറി പേയബിൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ആ എൻട്രി നമ്മൾ എവിടെയാണ് ചെയ്യുക, ടാലിയിൽ ജേണലിലാണ് ചെയ്യുക. എവിടെയാണ്, എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ജേണലിൽ ചെയ്യുക, ക്യാഷ് ബാങ്ക് വരാത്ത എൻട്രീസ് ആണ് നമ്മൾ ഏത് വൗച്ചറിൽ ചെയ്യുക, ജേണലിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ജേണൽ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ജേണലിൽ എന്താണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്, സാലറിയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. കാരണം സാലറി അവിടെ ഒരു എക്സ്പെൻസ് ആയിട്ട് വന്നിരിക്കുകയല്ലേ. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ രോഹിത്തിനാണെന്നുണ്ടെങ്കിൽ രോഹിത്തിൻ്റെ സാലറി പറയണത് 10,000 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാണിക്കേണ്ടത്, രോഹിത്തിനെ എന്താണ് നമ്മൾക്ക് 10,000 വെച്ചിട്ട് നമുക്ക് കാണിക്കണം അല്ലേ. അപ്പോൾ സാലറിയിൽ നമ്മൾ എന്ത് കാണിക്കണം, 10,000 നമുക്ക് കാണിക്കണം. അപ്പം നമുക്ക് എന്താണ് അതിനെ എൻട്രി ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ഈ രോഹിത്തിൻ്റെ പേര് കാണിക്കണം വിചാരിക്കുക, വെറുതെ സാലറി അല്ല, രോഹിത് എന്നുള്ളത് നമുക്ക് അറിയണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടാലിയിൽ നമുക്ക് കോസ്റ്റ് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മുകളിൽ കമ്പനിയിലേക്ക് പോകാം. കമ്പനിയിൽ നമ്മളിവിടെ F11 ഫീച്ചർ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. F11 ഫീച്ചർ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, എനേബിൾ കോസ്റ്റ് സെൻറ്റേഴ്സ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് യെസ് കൊടുക്കാം. അപ്പോൾ ഇത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെയാണ് സാലറി കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുവേണ്ടി ടാലിയിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് കോസ്റ്റ് സെൻറ്റർ. ഈ ആൾക്കാരുടെ പേരിലൊന്നും ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാതെ എക്സ്പെൻസോ ഇൻകോ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് സെൻറ്റർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇത് യെസ് കൊടുത്തു, ഇത് Ctrl+A അടിച്ച് സേവ് ചെയ്തു. ഇനി നമ്മൾ ജസ്റ്റ് എൻട്രി ചെയ്യാണ്. ഇവിടെ നമുക്ക് എന്താണ് ഫസ്റ്റിൽ ഡെബിറ്റിൽ സാലറി കാണിക്കണം. അപ്പോൾ സാലറി എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ എന്താണ് Alt+C അടിച്ചു, ഇവിടെ സാലറി എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് I അടിച്ചു, നമുക്ക് ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഇവിടെ ചോദിക്കും, കോസ്റ്റ് സെൻറ്റർ ആർ ആപ്ലിക്കബിൾ. ഈ ഒരു ഓപ്ഷനാണ് യെസ് കൊടുക്കേണ്ടത്, എന്നാലാണ് ഈ പാർട്ടിയുടെ പേര് അവിടെ കാണിക്കുള്ളൂ. അവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു, വീണ്ടും ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ 10,000 ആണ് സാലറി വിചാരിക്കുക, 10,000 അടിച്ചു, എൻ്റർ. അപ്പോൾ ഇവിടെ ചോദിക്കും ആരൊക്കെയാണ് നമ്മൾ സാലറി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾക്ക് പാർട്ടിയുടെ പേര് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലെഡ്ജർ അല്ല ക്രിയേറ്റ് ചെയ്യേണ്ടത്, പകരം എന്താണ് കോസ്റ്റ് സെൻറ്റർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു സ്ഥാപനത്തിൽ എപ്പോഴും എംപ്ലോയീസ് ഒന്നും ലെഡ്ജറായിട്ട് ക്രിയേറ്റ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ എംപ്ലോയീസ് ഒന്നും ഫേമിൻ്റെ ബാധ്യതകളല്ല, ഫേം ഒന്നും കൊടുക്കാനുള്ളതല്ല. ഇപ്പം നമുക്കറിയാലോ, നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു 6 മാസമോ 1 കൊല്ലമോ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകും അല്ലേ. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് നിങ്ങളുടെ പേരുകൾ അവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ലെഡ്ജറായിട്ട് ക്രിയേറ്റ് ചെയ്യാറില്ല, പകരം പക്ഷേ ഓണർക്ക് അറിയണം ആരൊക്കെ സാലറി കൊടുത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഓപ്ഷനാണ് കോസ്റ്റ് സെൻറ്റർ. ഇവിടെ വെച്ചിട്ട് Alt+C അടിച്ച് നമുക്ക് പേര് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് പേര് കൊടുക്കാം, ഇപ്പോൾ രോഹിത്, എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ നമുക്കിപ്പോൾ രോഹിത്തിന് നമുക്ക് 10,000 വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് എന്നുള്ളത് നമ്മൾ എന്താണ് കൊടുക്കുന്നത്, നമ്മൾ സാലറി കൊടുത്തിട്ടില്ല, ഇപ്പോൾ ക്യാഷായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ എന്താണ് അതിനെ ബുക്ക് ചെയ്യുന്ന എൻട്രി എന്തായിട്ട് കാണിക്കണം, സാലറി പേയബിൾ കൊടുക്കാനുണ്ട് എന്ന് പറയുന്നതൊക്കെ എന്താണ് ബാധ്യതയാണ്, കിട്ടാനുണ്ട് എന്ന് പറയുന്നതൊക്കെ എന്താണ് അസറ്റാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് Alt+C അടിച്ചിട്ട് സാലറി പേയബിൾ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നും പറയും.
ഇതെന്താണ്? കറണ്ട് ലയബിലിറ്റിയാണ്. ഇവിടെ നമുക്ക് എന്തിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം? കറണ്ട് ലയബിലിറ്റിയിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. കോസ്റ്റ് സെൻറ്റർ ആപ്ലിക്കബിൾ യെസ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ 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 അടിച്ചു. എൻ്റർ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ എൻട്രി എങ്ങനെയാണ് വന്നിരിക്കുന്നത്? സാലറി അക്കൗണ്ട് ഡെറ്റഡ് ടു സാലറി പേയബിൾ. ഇവിടെ നമുക്ക് എൻട്രി തന്നെ നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് സെൻറ്റർ ഉപയോഗിച്ചതുകൊണ്ട് നമ്മുടെ ഒരു റൂളിനും ഒരു വ്യത്യാസം വരുന്നില്ല. കാരണം നമ്മുടെ അക്കൗണ്ടിങ് റൂളിനെ യാതൊരു തരത്തിലും ഇത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ എൻട്രി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കോസ്റ്റ് സെൻറ്റർ കൊടുക്കാം. ആരൊക്കെയാണ്? രോഹിത്തിനാണ്. രോഹിത്തിന് കൊടുത്തു. എൻട്രി അടിച്ചു. നരേഷൻ കൊടുത്തു. ഇവിടെ നമ്മൾ എന്താണ് കാണിക്കേണ്ടത്? സാലറി ബുക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എൻട്രി കാണിക്കാം. ഏതാണ് മന്ത് എന്നുള്ളത് നമുക്ക് അവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. എൻ്റർ അടിച്ചു. സേവ് ചെയ്തു. നമുക്കിതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കിയാലോ? ജസ്റ്റ് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഓൾ F1 അടിച്ചാൽ മതി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എക്സ്പെൻസ് സൈഡിലെ സാലറി 10,000 വന്നിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ഇനി ജസ്റ്റ് ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്ത് നോക്കിയാലോ? ബാലൻസ് ഷീറ്റ് എടുത്തു. ഡീറ്റെയിൽഡ് കാണാൻ ഓൾ F1 അടിച്ചു. ബാലൻസ് ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കറണ്ട് ലയബിലിറ്റിയിൽ സാലറി പേയബിൾ 10,000 ആയിട്ട് കിടക്കുന്നുണ്ട്, കൊടുക്കാനുണ്ട്. അപ്പം നമ്മുടെ എന്താണ്? ഇത് ക്യാഷിനെ ബാധിച്ചിട്ടില്ല അല്ലേ? കാരണം സാലറി പേയബിളിലായിട്ട് നമുക്ക് വന്നിട്ടേ ഉള്ളൂ. നമ്മുടെ സാലറി അക്കൗണ്ടിനെ നമ്മൾ ബാധിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് സാലറി അക്കൗണ്ടിന് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കുക. ഇവിടെ ജസ്റ്റ് നമുക്ക് മുകളിൽ ഗോ ടു ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാം. അവിടെ നമുക്ക് എന്താണ്? ഇവിടെ നമുക്ക് ലെഡ്ജർ വൗച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ലെഡ്ജർ വൗച്ചേഴ്സ് എടുത്തു. അതിൽ സാലറി സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ സാലറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 10,000 നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഡെബിറ്റിൽ 10,000 എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇനി സാലറി പേയബിളിലാണ് ഇപ്പോൾ കിടക്കുന്നത്. എമൗണ്ട് നമ്മൾ ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. എപ്പോഴാണ് നമ്മളിത് കൊടുക്കുക? നെക്സ്റ്റ് മന്തിലാണ് നമ്മൾ ഈ സാലറി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ എൻട്രി കാണിക്കുക? ഇനി നമ്മൾ സാലറി ഒന്നും ചെയ്യുന്നില്ല. കാരണം സാലറി കഴിഞ്ഞ മാസത്തെ എക്സ്പെൻസ് ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത മാസം സാലറി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ സാലറി പേയബിളിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. ഇനി ഈ സാലറി പേയബിൾ എന്നുള്ള അക്കൗണ്ട് വേണ്ട. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ വെട്ടുക തിരുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഒരു ഡെബിറ്റിനെ ഇല്ലാതെയാക്കാൻ നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ സാലറി പേയബിളിനെ ആദ്യം നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഇല്ലാതെയാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനെ നേരെ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. ഒരു ഡെബിറ്റിനെ ഇല്ലാതെയാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി കൊടുക്കുന്ന സമയത്ത് സാലറി പേയബിൾ വേണ്ട. കാരണം നമ്മൾ ആ 10,000 നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ ക്യാഷിനെയാണ് അവിടെ അഫക്റ്റ് ചെയ്യണത്. അപ്പോൾ സാലറി കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട്. അതിനെ ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്താണ്? ഇനിയിപ്പോൾ ക്യാഷ് കൊടുക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ ഏത് വൗച്ചറിലാണ് ചെയ്യേണ്ടത്? പേയ്മെൻറ്റ് വൗച്ചറിലാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്ക് ഏതാണ് എടുക്കേണ്ടത്? പേയ്മെൻ്റ് ആണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ പേയ്മെൻറ്റ് നമ്മൾ മിക്കപ്പോഴും നമ്മൾ എന്താണ് നെക്സ്റ്റ് മന്തിലാണ് കൊടുക്കുക. ഇപ്പോൾ 2/5 സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇനി നമ്മൾ എന്തിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? സാലറി പേയബിൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ സാലറി പേയബിളിൻ്റെ അടിയിലെ കറണ്ട് ബാലൻസ് ഇവിടെ കാണിക്കും. ഇപ്പോൾ 10,000 ക്രെഡിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ 10,000 ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോസ്റ്റ് സെൻറ്റർ നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ആരൊക്കെയാണ്? രോഹിത്തിനാണ്. രോഹിത്ത് അടിച്ചു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് കറണ്ട് ബാലൻസ് ഇപ്പോൾ 0 ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം മുമ്പ് ക്രെഡിറ്റ് ചെയ്തതിനെ ഇപ്പോൾ ഡെബിറ്റ് ചെയ്തപ്പോൾ എന്താണ്? ഈ സാലറി പേയബിൾ എന്നുള്ള അക്കൗണ്ട് എന്താണ്? നില്ലായിട്ട് മാറി. ഇപ്പം നമ്മൾ എന്താണ് ഇനി കൊടുക്കണത്? നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക്, നമ്മൾ ചെക്ക് വഴിയാണ് കൊടുക്കണമെങ്കിൽ ബാങ്ക് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്കിവിടെ വന്നു, എമൗണ്ട് വന്നു. അപ്പോൾ ഈ ഒരു രീതിക്കാണ് കാണിക്കുക. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് ചെക്ക് നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. നരേഷൻ കൊടുക്കാം. എൻ്റർ അടിച്ച് സേവ് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കിയാലോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു. ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. മുന്നത്തെ പോലെ തന്നെയാണ്. സാലറി എന്നുള്ള എക്സ്പെൻസ് അവിടെ വന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് എടുത്താലോ? ജസ്റ്റ് ബാലൻസ് ഷീറ്റ് എടുത്തു. ഡീറ്റെയിൽഡ് എടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സാലറി പേയബിൾ ഇല്ല. കാരണം സാലറി പേയബിൾ ഉണ്ടായിരുന്നത് എന്താണ്? ക്യാൻസൽ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സാലറിയിലേക്ക് ആ എമൗണ്ട് വരും ചെയ്തു. അതേപോലെ തന്നെ സാലറി പേയബിൾ എന്നുള്ള അക്കൗണ്ട് നില്ലായിട്ട് മാറും ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ബാങ്കിൻ്റെ ലെഡ്ജർ എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ നമ്മൾ ഗോ ടൂലേക്ക് പോയി ഇവിടെ നമുക്ക് ജസ്റ്റ് ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ നമ്മളെ ബാങ്ക് വഴിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് SIB ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണും സാലറി പേയബിളിൽ പേയ്മെൻ്റ് ആയിട്ട് 10,000 നമുക്കിവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നമ്മൾ പാസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ടാലിയിൽ ഇത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.